ഇതേമാതിരി ഊരി ഇങ്ങോട്ട് എടുക്കാം. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. ഒരു വലിയൊരു പോർച്ചിൽ ഫുള്ള് മൂപ്പരാളാണ്. വാഹനത്തിൽ GMCൻ്റെ ആ സൈസിലുള്ള, അതും ഹമ്മർ. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ ഈ വീല്, നമ്മളെ ഫ്രണ്ട് വീല് പോലെ തന്നെ ഇത് തിരിയും കേട്ടോ. ഇനി നമ്മൾ നോർമലായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനെ എങ്ങനെ പിക്കപ്പ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടത്തെ ഊരി എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നമസ്കാരം, എന്താ വിശേഷം? സുഖല്ലേ? നമ്മളെ ഹമ്മറിൻ്റെ മുന്നിൽ നിന്നാട്ടോ. ഹമ്മറിൻ്റെ കാഴ്ചകളും അതിൻ്റെ ഫങ്ഷനുകളും അതിൻ്റെ വില, അത് എന്തൊക്കെയാണ്, ടെസ്ലയുമായിട്ട് അതിൻ്റെ മത്സരം എന്താണ്, ലോകത്തിൽ അത് എന്താ അതിൻ്റെ പ്രത്യേകതകൾ ഈ വാഹനത്തിൻ്റെ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. കൂടാതെ അതിൻ്റെ കാഴ്ചകളും കാണണ്ടേ നിങ്ങൾക്ക്, നമുക്ക് കാണാം. അപ്പം നമ്മളതിൽ വണ്ടി ഉള്ളത് കൊണ്ട് നമുക്ക് വിശദമായിട്ട് അറിയാം. ഞാനത് എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് ഓരോ ഫംഗ്ഷനും കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓരോ സമയത്ത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. നമ്മളെ ഹമ്മർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സുനിൽ ഭായ്, നമ്മളെ ടെക്സാസ് ഡാലസിലെ ഒരു ബിസിനസ്സുകാരനാണ് കേട്ടോ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. അപ്പോൾ പുള്ളീൻ്റെ അടുത്താണ്, പുള്ളീൻ്റെതാണ് ഈ വണ്ടി. ഇതിലിങ്ങനെ കയറുക എന്നുള്ളത് തന്നെ വലിയൊരു സംഭവം കേട്ടോ. കയറാൻ വേണ്ടിയിട്ട് വരുമ്പം തന്നെ നിങ്ങൾ കാണുന്നില്ലേ, വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. ഒരു വലിയൊരു പോർച്ചിൽ ഫുള്ള് മൂപ്പരാളാണ്. അപ്പോൾ ഹമ്മർ, നമ്മൾ ഇലക്ട്രിക്കൽ ഹമ്മറിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ. കാരണം വെറും ഇലക്ട്രിക്കൽ എന്ന് മാത്രമല്ല, ഈ GMC എന്ന് പറഞ്ഞ കമ്പനി ടെസ്ലയുമായിട്ട്, ടെസ്ലയ്ക്ക് ശരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക എതിരാളി എന്ന് പറയാനുള്ള BYD ആണ്. ഇപ്പോൾ ചൈനൻ്റെ കുറേ വണ്ടികളുണ്ട്, പക്ഷേ BYD ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതേപോലെ അമേരിക്കൻ്റെ അകത്ത് GMC എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും പഴയ കമ്പനിയാണ് അമേരിക്കൻ്റെ വണ്ടീൻ്റെ. വലിയ വണ്ടികൾ, ഡോഡ്ജ് എന്നൊക്കെ പറഞ്ഞുള്ള കുറേ വണ്ടികൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി പുതിയൊരു പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഇലക്ട്രിക്കൽ കേട്ടോ. ഇലക്ട്രിക്കൽ വാഹനത്തിൽ GMCൻ്റെ ആ സൈസിലുള്ള, അതും ഹമ്മർ വണ്ടീനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഹമ്മർ EV ഇതാണത്. അപ്പം ആ വണ്ടീനെ പറ്റിയിട്ടാണ് ഇപ്പം നമ്മൾ അറിയാൻ പോകുന്നത്. കുറേ കാര്യങ്ങൾ ഇലക്ട്രിക്കലാണ്. കണ്ടില്ലേ, ചാർജിങ് പോയിൻ്റ് ആണ് കേട്ടോ. എല്ലാത്തിനെയും പോലെ തന്നെ ചാർജിങ് പോയിൻ്റ്. പിന്നെ ഇതിൻ്റെ എൻജിന് കാര്യങ്ങൾ ഒക്കെ ഇലക്ട്രിക്കലിൻ്റെത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കണം. ടയറിൻ്റെ സൈസ് കണ്ടങ്ങൾ, ഇത്രയും വീൽ ബേസിൽ സൈസുള്ള ഒരു വാഹനവും ഇതുവരെ ഇലക്ട്രിക്കൽ ആരും ഇറക്കിയില്ല കേട്ടോ. ചൈനയിലും ഇറക്കിയിട്ടില്ല, ടെസ്ലയില്ല. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഡയഗ്രാം എന്ന് പറയുന്നത് ഈ വണ്ടീൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ലെഫ്റ്റ് തിരിക്കുമ്പോൾ, നമ്മൾ എങ്ങോട്ടെങ്കിലും തിരിക്കുമ്പോൾ ഇതിൻ്റെ വീല് തിരിയുമ്പം ബാക്ക് തിരിയില്ലല്ലോ, അതിനനുസരിച്ചല്ല ബാക്ക് പോവുക. പക്ഷേ ഇതിനൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ശബ്ദം പോലുമില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശബ്ദം പോലുമില്ല. ഈ വീല് വേറെ തന്നെ തിരിയും. ഇതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം അങ്ങനെ കേട്ടോ. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറി അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിഞ്ഞാലോ. 348 ആണ് ഫുൾ ചാർജ് വരുന്നത്. 57 അങ്ങനെ 67 ഇട്ടോ കാണിക്കുന്നുണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ ഇതിൽ കമ്പനി. 348 ചാർജ് ആയിരിക്കും. ചാർജ് ആയത് കേട്ടോ. 348 മൈൽസ് ആണ് കേട്ടോ, കിലോമീറ്റർ അല്ല, മൈൽസ്. ഏകദേശം 500 കിലോമീറ്ററിന്റെ അടുത്ത് വരുന്നത്. പിന്നെ ഇത് നമുക്ക് ഫങ്ഷനുകളാണ്. ഗൂഗിൾ മാപ്പ്, വൈഫൈ ഉണ്ട്, ഫോണ് ചെയ്യാം, അങ്ങനെ കുറേ ഫങ്ഷനുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഇത് ഡിജിറ്റലി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇതിനുള്ളത്. അപ്പം വണ്ടിയൊക്കെ പോകുന്ന സ്ക്രീനും കാര്യങ്ങളും, വണ്ടീൻ്റെ ഓരോരോ രീതികളും, അതായത് ഇതിപ്പോ നോർമൽ റൈഡ്. അതെ, ഇപ്പം നോർമലായിട്ടുള്ള റൈഡാണ്. അത് പല റൈഡും ഉണ്ട്, പലതും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ അതിന്റെ ഫംഗ്ഷനൊക്കെ നമുക്ക് ഇരുന്നിട്ട് പറയാം. ഇപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വണ്ടിയിൽ. അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴുള്ള കണ്ടങ്ങൾ, ഇരിക്കുന്ന സൗകര്യങ്ങളൊക്കെ കണ്ടങ്ങൾ, ഡാഷ്ബോർഡിൻ്റെത്, ഗിയറിൻ്റെത്, അവിടുന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫംഗ്ഷനുകൾ. ഞാൻ ഓരോരോ ഫംഗ്ഷനുകൾ കാണിക്കുന്നുണ്ട്.
നമ്മൾ ഓട്ടോ ചാർജ് ആട്ടോ. ഫോൺ അവിടെ വെച്ചാൽ മതി, ചാർജ് ആയിക്കോളും. ഏത് ഫോണും ചാർജ് ആവും. USB തന്നെ 2 USB ഉണ്ട്. It's like a test, I better not text or I'll come off desperate. But if I lay down and I play dead and I ഇത് നമ്മളെ വണ്ടീനെ അയച്ചിട്ട് പിക്കപ്പ് ആക്കുന്ന സിസ്റ്റം ഒന്ന് കണ്ടാലോ. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മളെ ഈ വീല് നമ്മളെ ഫ്രണ്ട് വീല് പോലെ തന്നെ ഇത് തിരിയിട്ടോ. അതിന് ക്രാബ് വാക്ക് എന്നാ പറയുക അവര്. ക്രാബ് വാക്ക്, അതായത് നമുക്ക് സൈഡിലേക്ക് ഒരുമിച്ചിട്ട് തിരിച്ചെടുക്കാം, ഫ്രണ്ട് തിരിയുന്നത് പോലെ തന്നെ. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അരമണിക്കൂർ കൊണ്ട് 40 മിനിറ്റ് കൊണ്ട് നമുക്ക് 357 മൈൽസ് ഇത് ചാർജ് ചെയ്യാം. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വണ്ടീൻ്റെ, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളു ഒന്ന് ബേസായിട്ട് കാണിക്കാം കേട്ടോ. ബാക്കിലെ ഡോറ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഇട്ടാൽ സാധനം ഓട്ടോമാറ്റിക് തുറക്കും. കണ്ടില്ലേ, വലിയ സ്പേസാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫങ്ഷൻ ഉണ്ട്. ഞാൻ വേറെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വേറൊരു രസമുള്ള സംഗതി കേട്ടോ. തിരിഞ്ഞ് അടിക്കുന്നുണ്ട്, ഗ്ലാസ്സുകളൊക്കെ ഓട്ടോമാറ്റിക്കലി പല സംഗതികളുണ്ട്. ഇനി നമ്മൾ നോർമലായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനെ എങ്ങനെ പിക്കപ്പ് ആക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് കണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ലോക്ക് നമ്മൾ എന്നെ നീക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ കൂടെ പൊക്കിയാൽ ഈ സാധനം കൊണ്ട് നീങ്ങിപ്പോരും. കണ്ടോ, ഞാൻ എടുത്ത് വെച്ചിട്ട് കാണിക്കട്ടോ. അപ്പം നമ്മൾ ഇതാ ഇതേമാതിരി ഊരി ഇങ്ങോട്ട് എടുക്കാം. കണ്ടോ, ഇതേമാതിരി അതും എടുക്കാം, ഇതും എടുക്കാം, ഇതും എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് എടുത്ത് മാറ്റി വെച്ചാലോ. അപ്പം നമ്മൾ ഫ്രണ്ടത്തത് ഊരി എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് ബാക്കത്തോ ഊരാട്ടോ. കണ്ടോ, ബാക്കിലെ പീസ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ഊരി ഫിറ്റ് ചെയ്യാം, ഓപ്പണായിട്ട് യാത്ര ചെയ്യാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഊരിയിട്ട് നമുക്ക് ഇതാ ഓപ്പണായിട്ട് യാത്ര ചെയ്യാം. ബാക്കത്തോ ഊരാട്ടോ, ഞാൻ ഊരിയില്ല, ബാക്കത്തോ ഈസിയാണ്. നമ്മളതാ ഇവിടെയുള്ള ആ ചെറിയൊരു ലോക്ക് ഊരിയിട്ട് ഇങ്ങനെ എടുത്തങ്ങോട്ട് വെക്കാനേ ഉള്ളൂ. തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് ലോക്ക് ചെയ്യാനും കഴിയും. അപ്പം ഇനി ഇതിൻ്റെ അടുത്ത ഫങ്ഷന് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുള്ള് ഫങ്ഷന് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് വണ്ടീൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ വേറെ വീഡിയോ വരുന്നുണ്ട്. ഓരോരോ ഫങ്ഷൻ ഓരോ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. It's like a test, I better not text or I'll come off desperate. but if I